ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നിന്നും ആരംഭിക്കുന്ന LDF ജാഥാംഗങ്ങളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇത്തരമൊരു പരിപാടി LDF 3 ജാഥകൾ എന്ന നിലക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ 2 ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് MP ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ. ആ ജാഥ പാലക്കാടാണ് അവസാനിക്കുക. മറ്റൊരു ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. അത് തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ജാഥ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ഈ 14 ജില്ലകളിലും LDFന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ, ശരിയല്ലാത്ത കാര്യങ്ങളെന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ് LDF നൽകുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ അസംബ്ലി സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണ നിലയിൽ അസംബ്ലിക്കകത്തൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എല്ലാവരും മുൻകൈയെടുക്കുക. ചില ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്ന സമീപനം വരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് സാധാരണ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നടന്നു വരാറുള്ളത്. പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന 2 ഘട്ടം, ഒന്ന് നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ച, മറ്റൊന്ന് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച. ഈ ചർച്ചയിലെല്ലാം വലിയ തോതിൽ മാറി നിൽക്കുന്ന അവസ്ഥയാണ് UDF സ്വീകരിച്ചത്. നയപ്രഖ്യാപനത്തിൻ്റെ ചർച്ചയിൽ ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായും വിട്ടുനിന്നു. ബജറ്റ് ചർച്ച 3 ദിവസം, 3 ദിവസവും UDF വിട്ടുനിന്നു. എന്താണിത്? സാധാരണ നിലയിൽ ഒരു വിഷയം ഉന്നയിച്ച് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് വരുമ്പോഴാണല്ലോ
മറ്റ് നടപടികളിലേക്ക് കടക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചയെ UDF ഭയപ്പെടുക. ചർച്ചയിലുള്ള പ്രത്യേകത എന്താ? ഏകപക്ഷീയമായി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾക്ക് നേരെ മറുപടി കിട്ടും. പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കും, ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കും. അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ സഭയുടെ മുന്നിൽ വരും. ആ യഥാർത്ഥ വസ്തുതകളെ ഭയപ്പെടുകയാണ്. യഥാർത്ഥ വസ്തുതകൾ അവതരിക്കപ്പെടരുത്. വല്ലാതെ ഭയപ്പെട്ട് ഒളിച്ചോടുന്ന UDF-നെയാണ് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതേസമയം വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിന് ഒരു ക്ഷാമവുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട കുറേ വിഷയങ്ങളുള്ളൊരു ഘട്ടമാണിത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിന് നേരെ വലിയ തോതിൽ അവഗണന കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നു. അത് ആദ്യമല്ല, എന്നാൽ ഒരു പ്രത്യേക പകയോടെ കേരളത്തെ സമീപിക്കുന്ന അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുകൊണ്ടാണ് അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്ന പേര് പോലും അപൂർവമായി കേട്ടത്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു വളർച്ചയിൽ, പൊതുവികാസത്തിൽ കേരളത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? കേന്ദ്ര ധനകാര്യ വകുപ്പ് ബജറ്റിൻ്റെ തലേ ദിവസം ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ കേരളത്തെ പലയിടത്ത് പരാമർശിക്കുകയാണ്. പരാമർശിക്കുന്നത് മോശമായ കാര്യത്തിനല്ല. പല മേഖലയിലും രാജ്യത്ത് ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലക്കാണ് കേരളത്തെ പരാമർശിക്കുന്നത്. അവിടെ നിരവധി തവണ കേരളം കേരളം എന്ന് കേൾക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം ആ പേരേ കേൾക്കുന്നില്ല. നമുക്ക് വേണ്ട ഒന്നും നൽകാൻ തയ്യാറാകുന്നില്ല. എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ നേരത്തെ ഇവിടെ പരാമർശിച്ച അതിദാരിദ്ര്യമുക്തമായതിനെക്കുറിച്ച് അതിൻ്റെ നാൾ വഴികൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 64,006 കുടുംബങ്ങൾ നിങ്ങളെല്ലാവരും അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് ഒരു ദിവസം അങ്ങ് പ്രഖ്യാപിച്ചതല്ല. അതാണ് ആ സർവേ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞ കാര്യം. ഓരോ കുടുംബത്തെക്കുറിച്ചുമുള്ള മൈക്രോ പ്ലാൻ ഉണ്ടായി. ഓരോ കുടുംബവും എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമാവുക, ക്ലേശഘടകങ്ങൾ എന്താണ്, അതാദ്യം കണ്ടെത്തുന്നു, അവ പരിഹരിക്കുന്നു.
അങ്ങനെ ഓരോന്നും പരിഹരിച്ചാണ് 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമാകുന്നത്. ആ പ്രവർത്തനത്തെ രാജ്യത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ മാതൃകയായി അംഗീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ബജറ്റ് വന്നപ്പോൾ നമ്മെ പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ പോലും പരിഗണിക്കുന്നില്ല. നമുക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ നേരത്തെയുണ്ട്. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണ് എന്ന് സമ്മതിക്കുന്നതാണ്. ആ മെച്ചപ്പെട്ടതാണ് എന്ന് സമ്മതിക്കുന്ന ആരോഗ്യരംഗത്തിന് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുമുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതല്ലേ നമുക്ക് മാത്രമില്ല. ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലേ? എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെടുന്നു. അത് ഓപ്പൺ ചെയ്യണം അല്ലേ? ആവശ്യപ്പെടൽ മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ധാരണയിലെത്തിയതാണ്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ എയിംസിന്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ടായിരുന്നു. 2016 മുൻപുള്ള ഗവൺമെന്റ് എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ കണ്ടെത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് എയിംസ് അനുവദിക്കാൻ ഈ 4 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയുന്നത്, നിങ്ങൾ 4 സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല, എവിടെയാണോ സ്ഥാപിക്കേണ്ടത് ആ സ്ഥലം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കണം. അപ്പൊ ഇതിലൊന്ന് പറയണം. അങ്ങനെയാണ് കോഴിക്കോട് കിനാലൂരില് എയിംസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അത്രത്തോളം സ്ഥലം ഏറെക്കുറെ എടുത്തു കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അന്ന് തൊട്ട് കാത്തിരിപ്പാണ്. ഇതിനിടയില് പ്രധാനമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പേരെ കാണുകയാണ്, ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംസാരം നടക്കുമ്പോ ഇപ്പൊ കിട്ടിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത പ്രഖ്യാപനത്തില് അതുമാത്രമില്ല, ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഈ ബജറ്റിന് മുൻപ് ഈ പറയുന്ന എല്ലാ പ്രക്രിയയും നടന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദയാണ്, അദ്ദേഹത്തെയും കണ്ടോർമ്മിപ്പിച്ചു. പക്ഷേ ബജറ്റിൽ എയിംസ് ഇല്ല. 5 പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ അതിലൊന്നുമില്ല. നമ്മള് ആരോഗ്യരംഗത്ത് ഇത്തരം സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആയുർവേദ രംഗം, ആയുർവേദ മേഖലയിലെ 3 പ്രധാന സ്ഥാപനങ്ങൾ രാജ്യത്ത് അനുവദിക്കുന്നു. കേരളത്തിലെ ആയുർവേദ മേഖലയെ ആർക്കെങ്കിലും അവഗണിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ.
ആയുർവേദ ചികിത്സക്ക് വേണ്ടി മാത്രമായി കേരളത്തിൽ വരുന്നവരില്ലേ? വരുമ്പോഴേ സംസ്ഥാനത്തിന് പുറത്തുള്ളവർ മാത്രമല്ലല്ലോ, രാജ്യത്തിന് പുറത്തുള്ളവരും കേരളത്തിന്റെ ആയുർവേദ ചികിത്സക്ക് വേണ്ടി വരികയല്ലേ? ആയുർവേദ മേഖലക്ക് പ്രാധാന്യം കൊടുത്ത് 3 ദേശീയ സ്ഥാപനങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമ്പോൾ അതിലൊന്നിന് കേരളം എല്ലാ രീതിയിലും അർഹതപ്പെട്ടതല്ലേ? പക്ഷേ കേരളത്തിന്റെ പേരില്ല, കേരളത്തിന് മാത്രമില്ല. കൊടുത്താ രാവിലെ പറഞ്ഞില്ലേ? കൊടുത്താ നമ്മുടെ രാവിലെ ബസ്സിൽ കയറി വാങ്ങിക്കുന്നു. അത് എനിക്ക് രാവിലെ സമയം കാണും കൊടുക്കുക. രാവിലെ വേറെ ശബരി റെയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം ഈ റെയിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, പണമുള്ളത് കൊണ്ടല്ല, അതിന്റെ ചെലവിന്റെ പകുതി വഹിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ഓഫർ നൽകി. രാജ്യത്ത് അത്തരത്തിലുള്ള പദ്ധതികൾ വളരെ വിരളാണ്. ഓഫർ നൽകിയിട്ടും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലേ? ഒരു പ്രത്യേക പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിച്ചു. മൊത്തം ചെലവിന്റെ പകുതിയാണ് സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞത്. അതായത് ഓരോ ഘട്ടത്തിൽ ചെലവിടുന്നതിന്റെ പകുതി സംസ്ഥാനം കൊടുക്കണം. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ അറിയിച്ചത്, ആദ്യം നിങ്ങൾ സ്ഥലം മുഴുവൻ എടുക്കുക, നിങ്ങളുടെ ചെലവില്. ഇപ്പൊ സ്ഥലമെടുക്കുന്ന ചെലവില് കേന്ദ്രം പങ്കുവഹിക്കുന്നില്ല എന്നർത്ഥം. ഇതൊക്കെ വളരെ വിചിത്രമായ നിലപാടുകളാണ്. നമുക്ക് ശബരി റെയിൽ പദ്ധതി പൂർത്തിയാവുക എന്നതിലാണ് താല്പര്യം. ആദ്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല ശരി, ചെലവിടുന്നതിന്റെ പകുതി ഞങ്ങൾ തരാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുവഹിക്കണം. പക്ഷെ അവരുടെ നിലപാടിൽ മാറ്റമില്ല. നമുക്ക് പദ്ധതി ആവശ്യമായത് കൊണ്ട് തന്നെ ചർച്ച നേരത്തെ പറഞ്ഞപ്പോൾ അന്ന് സമ്മതിച്ചില്ല. എല്ലാം കുളം തീരുമാനിച്ചറിയിച്ചു. ചെയ്യാതെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കുക, ഈ പറയുന്ന തുക മുഴുവൻ ചെലവഴിച്ച് സ്വയം ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കുക, അതിനുവേണ്ടി വരുന്ന തുക ഞങ്ങൾ ചെലവിടാം. പക്ഷേ മിനിമം ബാലൻസ് ഇല്ല. നിങ്ങൾ ചെക്ക് ബുക്കുള്ളതല്ലേ? അപ്പൊ മിനിമം 1000 രൂപ എപ്പോഴും ബാലൻസ് വേണം. അതില്ല. ഇതാണ് കാര്യം. ഇങ്ങോട്ട് രാജ്യത്ത് ഇങ്ങോട്ട് അതിവേഗ മിനിമം ബാലൻസേ എപ്പോഴും വേണം. 1000 രൂപ എപ്പോഴും മിനിമം ബാലൻസ് വേണം. ഇല്ല 1000. നിങ്ങൾ എന്തോ അക്കൗണ്ട് അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ വളരെ വിചിത്രമായ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യില്ല. അതാണ് കുഴപ്പം. കേരളത്തിലെ യാത്രാ സൗകര്യം ദശാബ്ദങ്ങൾക്ക് മുൻപുള്ള അതേ രീതിയിലാണല്ലോ. നമ്മുടെ നാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുകയാണ്. തലവേദന ഞാൻ ഈ 1 ലക്ഷം എടുത്തേറ്റ് ഒരിടത്ത് എത്തിയതുമില്ല. അതൊരു ബാധ്യത. ഇതിനിടയിലുള്ള റെയിൽവേ ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ട് യാത്ര ചെയ്യാൻ എടുത്ത സമയം തന്നെയാണല്ലോ ഏറെക്കുറെ ഇപ്പോഴും എടുക്കുന്നത്. എത്ര സമയമാണ് നഷ്ടം? അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ നാടിന്റെ കൂടി പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അതിവേഗ റെയിൽ ആ ഒരു പദ്ധതി
വയസ്സായി. റെയിൽവേയിൽ നിന്ന് മോൻ്റെ കൂടെ വീട്ടിലെന്തോ എന്തെങ്കിലും തടസ്സം വയസ്സായി. മാത്രമല്ല അയാൾക്ക് 10 ലക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല. വ്യാപാരി വ്യവസായ അംഗമില്ല അവർ. കാരണം അവിടെ വേണ്ടിയിട്ട് അവർ ഇത് നാടിന് ആവശ്യമാണല്ലോ, കേരളത്തിന് ആവശ്യമാണല്ലോ. കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കൂടി വികസനത്തിന്റെ ഭാഗമല്ലേ. അപ്പോൾ സ്വാഭാവികമായും അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. കൃപയാൽ ദൈവം തന്നത് മാന്യമായിട്ട് നമ്മുടെ മറ്റുള്ളവരെ കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനമുണ്ടല്ലോ. ഇവിടെ ഒരു പദ്ധതിയും ഇപ്പൊ അയാളെ അറിയാമോ? എനിക്ക് അയാളെ അറിയാമോ? എനിക്ക് അയാളെ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി. ഏത് പദ്ധതി വരുമ്പോഴും അതേ പദ്ധതിയെ മാധ്യമങ്ങൾ എന്തുകൊണ്ടും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾ വാരി കോരി പരസ്യം കാശ് കൊടുത്തു അല്ലേ? അതില് ആര് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ പരസ്യം, കോൺഫിഡൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൽ പരസ്യമില്ലേ? കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പ് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് BJP. പരസ്യം കോടികളല്ലേ ഓടിക്കുന്നത് പരസ്യത്തിൽ. രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. പക്ഷെ കേരളം വികസിക്കണ്ട. MP ആണ് ഇയാള്. കേരളം എന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണ്ട. പാളിച്ച പറ്റിയത് രണ്ടു കൂട്ടരും കുറേ കാരണം കൊണ്ട് പുറത്ത് വരാനുണ്ട്. ഒന്നും പുറത്തായില്ല, കുറച്ചേ ആയുള്ളൂ. അതിന്റെ ഭാഗമായി അയാള് ഡയറി മറ്റു കാര്യങ്ങളെ അന്വേഷണം രണ്ടു കൂട്ടരും എതിർപ്പുമായി രംഗത്ത്. പലർക്കും പൈസ അതീവ നിർഭാഗ്യകരമായ കാര്യം, ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിനോടൊപ്പം നിന്നു. ആളുകളെല്ലാവരും പൈസ തിരിച്ചു ചോദിച്ചു. അതായത് സിനിമാ നടന്മാർ, രാഷ്ട്രീയമായ നിലപാട്, ഓരോരുത്തരായിട്ട് പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇതെല്ലാം പൈസ തിരിച്ചു കൊടുക്കട്ടെ. അതാണ് ഇതൊന്നും കണക്കിലെ കളിയല്ല. കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായി. എല്ലാവരും ടാക്സ് വെട്ടിക്കാനും പൈസ വർദ്ധിപ്പിക്കാനും വിശ്വസിച്ചതല്ലേ? അങ്ങനെ രേഖകൾ വേണ്ടേ? ഇവിടെ വാങ്ങാനും കൊടുക്കാനൊക്കെ രേഖ വേണ്ടേ? ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെയും കാര്യങ്ങൾ മണക്കുന്നു. പ്രധാനമന്ത്രി അടക്കം ഫൈനലാവട്ടെ, നമ്മൾ ഒന്നും പറയാറായില്ല. കാരണം റെയിൽവേ മന്ത്രിയെ ഇയാള് ഈ ആവശ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വേറെ ചാറ്റ് ചെയ്തത് എന്തൊക്കെ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചുമ്മാ അഭിയോഗങ്ങളായിരിക്കും. എന്തായാലും ഒരു ദിവസം അത് അല്ല, അതിലങ്ങനെ അല്ല. ഒരു സ്ത്രീ വിളിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ബിസിനസ് ഫ്രോഡാണെങ്കിലോ വരുന്നത്. ഈ പെണ്ണെന്ന് പറയുമ്പോൾ ഈ സെക്സ് മാത്രമല്ല, ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. അത് മാത്രമല്ലല്ലോ. ഈ പെണ്ണെന്ന് പറയുമ്പോൾ അതിൽ ഇത് മാത്രമല്ല പറഞ്ഞത്. ബിസിനസ് ആകാം, മുന്നോട്ട് പോയാൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന് പൈസ അനുമതി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് പദ്ധതി ആയാലും പ്രശ്നമില്ല. ആര് ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആയാലും മറ്റേ പയ്യനല്ല ഇനി മറ്റൊരു പേരുള്ള പദ്ധതി ആയാലും അതിവേഗം പോകുന്ന റെയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. ഇതേ ഞങ്ങളുടെ താല്പര്യം. അതൊരു ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ പരിപാടി, ഈ പദ്ധതി ഇതേ രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പദ്ധതി പ്രഖ്യാപിക്കൂ. ഞങ്ങൾ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. ഞങ്ങൾക്ക് വേണ്ടത് അതിവേഗ റെയിലാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിന് മറുപടി പറഞ്ഞില്ല. ഈ ശ്രീധരൻ ഇത്തരം ഒരു നിർദ്ദേശവുമായി വന്നപ്പോൾ നമ്മളത് തള്ളുന്നില്ല. എന്താണ് ഇവർ തമ്മിലുള്ള ആലോചന നടന്നത് എന്ന് അറിയില്ലല്ലോ. പരിശോധിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ആ പദ്ധതി നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്. ആ ഘട്ടത്തില് എനിക്ക് ഡൽഹിയിൽ പോകാൻ ഇവിടുത്തെ ചില തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം പ്രയാസമുണ്ടായിരുന്നു. ആ പദ്ധതി കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ KV തോമസിന്റെ കയ്യിലേക്ക് എത്തിച്ചു. റെയിൽവേ
റെയിൽവേ മന്ത്രിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഈ ശ്രീധരൻ്റെ ഒരു പരിപാടിയുമായി വന്നിട്ടുണ്ട്. ആ പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. ആ പദ്ധതി എനിക്കിപ്പോൾ വന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല. കെ.വി. തോമസിനെ ഞാൻ അയക്കാം. അദ്ദേഹം നിങ്ങളെ വന്ന് കണ്ട് ആ പദ്ധതി രൂപരേഖ തരും. നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അത് അറിയിക്കണം. നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിർദ്ദേശമായിട്ട് സമർപ്പിക്കാം. വെറുതെ സമർപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത്രയും അദ്ദേഹത്തോട് സംസാരിച്ചു. കെ.വി. തോമസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഈ പറഞ്ഞതുപോലെ ആ പദ്ധതിയുടെ രൂപരേഖ ഏൽപ്പിച്ചു. കുറേ നാൾ പിന്നിട്ടു, ഒരു പ്രതികരണവുമില്ല. അപ്പോഴേക്കും എനിക്കവിടെ പോകാൻ പറ്റുന്ന അവസ്ഥയായി. ഞാൻ നേരിട്ട് പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു. ഏൽപ്പിച്ച കെ.വി. തോമസിനെയും കൂടെ കൂട്ടി. അപ്പോ റെയിൽവേ മന്ത്രി പുതുതായിട്ട് കേൾക്കുന്ന പോലെ കേൾക്കുകയാണ്. ഒരു ധാരണ അദ്ദേഹത്തിനില്ല. അപ്പോ ആ പദ്ധതി അവരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ പിരിയുമ്പോൾ പറഞ്ഞ ആ പദ്ധതിയുടെ രൂപരേഖ ഒന്നുകൂടി നിങ്ങളെ കയ്യിൽ എത്തിക്കാം, വിശദമായി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പോ ബഹുമാനായ ഇ. ശ്രീധരൻ പറയാണ്, അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു ഇവിടെ അതിവേഗ റെയിൽ ആരംഭിക്കാൻ. അതിൻ്റെതായ ഒരു ഓഫീസ് പൊന്നാനിയിൽ തുടങ്ങുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചതായിക്കണം. അത് അദ്ദേഹത്തിൻ്റെ കാര്യം, അതിനെപ്പറ്റി വേറെ കൂടുതൽ പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടില്ല. ഇ. ശ്രീധരൻ്റെ ഓഫീസ് തുടങ്ങൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് ഓഫീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഓഫീസ് മാത്രമല്ല തുടങ്ങിയത്, MLA-യുടെ ഓഫീസ് കൂടിയാണ് തുടങ്ങിയത്. പിന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയ ഓർമ്മയുണ്ടാവുമല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രയാസമില്ലാത്ത ഒരാളാണ് ബഹുമാനായ ഇ. ശ്രീധരൻ. അത് വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കണ്ടിട്ടില്ല. വലിയ ടെക്നോക്രാറ്റ് എന്ന ബഹുമതിയോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒന്നും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പോസിറ്റീവായ സിഗ്നൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പാർലമെന്റിൽ അപൂർവമായിട്ടൊരു നടപടിക്രമം ഉണ്ടായി. ഒരു ചോദ്യം റെയിൽവേ മന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥ വന്നപ്പോൾ റെയിൽവേ മന്ത്രി അപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. ഇ. ശ്രീധരൻ ഓഫീസ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് സ്വാഗതാർഹമാണെന്നാണ്. ഓഫീസ് തുടങ്ങിയതുകൊണ്ട് കാര്യമായോ? പദ്ധതിക്ക് അനുമതി വേണ്ടേ? പദ്ധതി ഇ. ശ്രീധരൻ എന്ന വ്യക്തിയാണോ ആരംഭിക്കേണ്ടത്? പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റിലെ നടത്തേണ്ടത്. അത്തരം പ്രഖ്യാപനം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ വഹിക്കേണ്ട പങ്കില്ലേ? ആ കാര്യങ്ങളിലുള്ള ധാരണ എന്താണ്? ഇതെല്ലാം നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതിയുടെ കാര്യം. ഇപ്പോ അതിവേഗ റെയിൽ 7 എണ്ണം പ്രഖ്യാപിച്ചു. രാജ്യത്ത്
7 അതിവേഗ റെയിൽ. നാം നിരന്തരം ആവശ്യപ്പെടുന്നു, കേരളം ആ പട്ടികയിലില്ല. കേരളത്തെ ഒഴിച്ചു നിർത്തി. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കെന്താണ് കുറവ്? എന്താണ് നമ്മളെ മാറ്റി നിർത്തുന്നതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തെ നിഷേധിക്കുന്നത്? ഇവിടെ BJPക്ക് കേരള സംസ്ഥാനത്തോട് പ്രത്യേകമായ വൈമുഖ്യമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJP, ആ BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇതിനോടൊന്നും വലിയ മമത പുലർത്തുന്ന ഒരു സമൂഹമല്ല നമ്മുടെ കേരളം, കേരളീയ സമൂഹം. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടാണിത്. അത് തനിയെ ഉണ്ടായതല്ല. ശ്രീനാരായണ ഗുരുവടക്കം നവോത്ഥാന നായകർ നേതൃത്വം കൊടുത്ത് നമ്മുടെ കേരളത്തിൽ ശക്തമായ രീതിയിൽ നിലനിന്നിരുന്ന നവോത്ഥാന പ്രസ്ഥാനം, അതിൻ്റെ എല്ലാം ഭാഗമായി അതിൻ്റെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണിത്. അതുകൊണ്ടാണ് രാജ്യത്തിന് മുന്നിൽ മാതൃകയായി നാം നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും കാണാത്ത സോദരത്വേന ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാലും അതിലൊട്ടും ആശ്ചര്യമില്ല. മതനിരപേക്ഷതയുടെ ഉള്ളതലമായി കേരളം നിൽക്കുന്നു. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളം വർഗീയ ശക്തികളില്ലാത്തൊരു നാടല്ല. വർഗീയ ശക്തികൾ ചിലത് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഹങ്കരിക്കുന്നവരുണ്ട്. നമ്മുടെ നാട് ഈ കഴിഞ്ഞ ദശാബ്ദക്കാലമായി ഇവിടെ ഒരു വർഗീയ സംഘർഷവും ഒരു വർഗീയ കലാപവുമില്ല. നമ്മുടെ നാട്ടില് വർഗീയ കലാപം ഇല്ലാതിരുന്നിട്ടുണ്ടോ? തീരെ വർഗീയ കലാപം നടക്കാത്തൊരു നാടാണോ നമ്മുടെ നാട്? പഴയ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. ഏതെല്ലാം സംഘർഷങ്ങൾ, എന്തെല്ലാം കലാപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കലാപങ്ങൾ. ആ കലാപങ്ങളിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അനേകം പേർക്ക് മാരകമായ പരിക്കേറ്റു. പലരുടെയും സ്വത്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാമായിരുന്നു കേരളം. ഈ കഴിഞ്ഞ 10 വർഷം
കേരളം വർഗീയ സംഘർഷമില്ലാത്ത, ഒരു വർഗീയ കലാപവുമില്ലാത്ത നാടായി മാറിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതിലുണ്ട്. അതോടൊപ്പം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ, വർഗീയ കലാപങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടിയിലൂടെയാണ് നേരിടുന്നത്. മാത്രമല്ല, ഒരു വർഗീയ സംഘടനയുമായും ചാരി നിൽക്കില്ല. എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ്. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത്. ഇന്ന് ആരും കൊതിക്കുന്ന ശാന്തതയോടെ, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടം എന്ന നിലയിൽ കേരളം മാറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. എല്ലാവരും അത് അംഗീകരിക്കുകയാണ്. ഇതിനെ വർഗീയ ശക്തികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് അട്ടിമറിക്കണം. പക്ഷേ അവരാകാവുന്നെല്ലാം ചെയ്തിട്ടും സാധിക്കുന്നില്ല. സ്വാഭാവികമായും പകയുണ്ടാവും. ആ പകയാണ് വലിയ തോതിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളത്തെ അവഗണിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട ബാലുവക്കാരൻ പയ്യല്ലേ, ബാലുവ പയ്യനല്ലേ, ബാലുവക്കാരൻ പയ്യൻ സാമ്പത്തിക രംഗത്ത് അനുവദിക്കുന്നില്ല. എല്ലാ രംഗത്തും ശ്വാസം മുട്ടിക്കാനാണ് നോക്കുന്നത്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന കേരളം. എന്നാൽ അതേസമയം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് പോലുള്ള മഹാമാരിയും നേരിടേണ്ടി വന്നൊരു നാട്. പലരും ആ ഘട്ടത്തിൽ തകർന്നു പോകും എന്നാശങ്കപ്പെട്ടൊരു നാട്. നമുക്ക് അതിനെയെല്ലാം അതിജീവിക്കാനായി. എങ്ങനെയാണ് അതിജീവിക്കാനായത്? നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് ഏറ്റവും വലിയ കരുത്തായി മാറിയത്. അതിന്റെ ഭാഗമായാണ് വളരെ ശരിയാണ് ലോകവും രാജ്യവും വളരെ ശരിയാണ് അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുന്ന ഒരു നാടായി അതിജീവനത്തിലൂടെ കേരളം മുന്നേറി വന്നത്. അസാധ്യം എന്ന് കരുതിയ പലതും നമുക്കിവിടെ സാധ്യതപ്രായമാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല. ആ കാര്യങ്ങളൊന്നും ആൾ ആലോചിക്കാൻ പാടില്ല. ആ കാര്യങ്ങളെല്ലാം ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോകണം. അതിന് കോൺഗ്രസിന് നേതൃത്വമുള്ള UDF-ഉം BJP-യും ഒരേപോലെ താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗം അടുത്ത കാലത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ആ പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം തയ്യാറാണ്. ചർച്ച ചെയ്താൽ വിഷമകരം, അതും വിട്ടു വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു
ഒരുപാട് വസ്തുതകൾ അറിയാവും. അവരുടെ മുന്നിലേക്ക് വരും. എന്നാൽ നുണ പ്രചരിപ്പിച്ചു വിടുമ്പോ ആ പ്രയാസമില്ല. ഇപ്പോ പോറ്റിയെ കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത്. അവിടെ പോറ്റിയെ കയറ്റിയത് LDF ഗവൺമെന്റും ആ ഗവൺമെന്റ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ ചില ഭാര്യമാര് അവരെ ഭർത്താക്കന്മാർ പോറ്റി അവിടെ കയറുന്നത് പൈസ കൊടുക്കലിടുപോലെ 2004 പോലെ ഇരിക്കണം. അതാണ് എല്ലാവർക്കും വ്യക്തമായല്ലോ. ഒരു കുടുക്കുണ്ട്, അതിനകത്ത് ഈ പൈസ 2004 അടച്ചു വെക്കുമല്ലോ. അപ്പൊ ഇതിന്റെ ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിന്റെ അവരെ കുറ്റപ്പെടുന്ന കാര്യമില്ല. കാരണം അവര് അഖിലേന്ത്യാ നേതാവ് പറഞ്ഞതിന് പോണില്ല. അതേസമയം ചിലത് ഇങ്ങനെയാണ്, ഫ്രീ ആയിട്ട് വിടുന്നത് ഫ്രീ ആയിട്ട് പോകണം. അവർക്ക് ഫ്രീ ആയിട്ട് പോകണതുകൊണ്ട് ഇവരെയും ഫ്രീ ആയിട്ട് വിടും. അതിന്റെ അവർക്ക് ഫ്രീ ആയിട്ട് പോകാനും വയ്യ. പിന്നീട് കോൺഗ്രസ് രണ്ട് ചോദ്യം എന്താണ്? പക്ഷെ അന്ന് എവിടെ പോകണം, ആളാണല്ലോ. എപ്പോ വരും, എവിടെ പോകണം, എപ്പോ വരും, എവിടെ പോകണം, എപ്പോ വരും. ആദ്യമായിട്ട് അവിടെ കയറുന്നത് അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുങ്ങുന്നത്. ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക. അതിനാണല്ലോ പല വീടുകളിലും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം പോയിട്ട് വന്നാൽ മതി കോൺഗ്രസ് UDF സ്വീകരിച്ചത്. ഇവിടെ അല്ല, ഇത് കുറെ കഴിഞ്ഞ് പോറ്റിയെ LDF നേതാക്കളോ ഇറച്ചി കുറ്റിക്ക് സംരക്ഷിക്കുന്നു ചുമ്മാ കൊടുക്കണം. അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? ഇതൊക്കെ തന്നെ നാം ഓർക്കേണ്ടത്. നമ്മുടെ ശബരിമല ആയി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സംഗമം, ആഗോള സംഗമം ദേവസ്വം ബോർഡ് നടത്തിയല്ലോ. അതിനെ ബദൽ സംഗമം ചേർന്ന് നടത്താൻ പുറപ്പെട്ടു. അത് പാളിപ്പോയി എന്നെല്ലാവർക്കും അറിയാം. വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ച സംബന്ധിച്ച് കുഴപ്പമില്ല, വേലി ചാടില്ല. പക്ഷെ എന്റെ ഭാര്യയെ സംബന്ധിച്ച് അപ്പം വേലി ചാടി, സഹോദരങ്ങൾ വേലി ചാടി. പ്രായം പ്രശ്നമല്ലാത്തതൊന്ന് എപ്പോ വേണോ വേലി ചാടാം. അങ്ങനെയല്ല, ഈ കാക്കാമാരെ സംബന്ധിച്ച് 60-80 ആയാലും ചാടി. ഓ, കൂട്ടത്തിൽ അതിന് തൊട്ട് മുൻപ് വലിയൊരു ആരോപണവുമായി ശബരിമലയിലെ സ്പോൺസർ ഇല്ലാഞ്ഞിട്ടല്ല എന്ന് അവകാശപ്പെടുന്ന കൂടുതലുള്ള രംഗത്ത് വന്നല്ലോ. എന്നാ ഓർമ്മയില്ലേ? ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പീഠങ്ങൾ, ഞങ്ങൾ നൽകിയ പീഠം ഇപ്പോൾ അവിടെ അതെവിടെ പോയി? കൃഷി ഇറക്കണമെന്നില്ല, കട്ടുപോയി. അവർക്ക് എന്താ ശരീരം അതനുസരിച്ച് പാടാണ് പോറ്റി. കാരണം അവർക്ക് വേദനിക്കും. പരസ്യമായി പറഞ്ഞ കാര്യം. അതേസമയം മറ്റേ അത് വേലി ചാടുന്നവർക്ക് അതിനൊരു വിഷയം. ശബരിമലയിൽ ഇത്തരത്തിൽ കളവ് നടന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അതിന് തൊട്ടു പിന്നാലെ വരുന്ന ദോഷമാണ് വാസ്തവത്തിൽ. അതെന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിന്റെ കാരണം അത് നല്ല
ശരിക്കും പറഞ്ഞാൽ അത് നല്ല സുഹൃത്തുക്കളെ പോലെ എപ്പോഴും അടുത്തുണ്ടാവേണ്ട രണ്ട് വ്യക്തികളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസും BJP-യും എല്ലാം മത്സരിച്ച് രംഗത്ത് വന്നല്ലോ. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിങ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. കൃത്യം പീഠമുള്ള സ്ഥലത്ത് അവരെത്തി. പീഠം എവിടെയായിരുന്നു? പീഠം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ. ആരെത്തിച്ചത്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അപ്പോ ബോധപൂർവം നല്ല രീതിയിലുള്ള ബന്ധം നേരത്തെ തന്നെ രാഷ്ട്രീയമായുള്ള അവിശുദ്ധ ബന്ധം പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ട് എന്നുള്ളത് അതിനെ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി പോറ്റിയിലൂടെ ഉപയോഗിക്കുന്നില്ലേ? വിജിലൻസ് അവിടെ നിർത്തിയില്ല, ദേവസ്വം ബോർഡും അവിടെ നിർത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു വന്ന ഒരു പ്രശ്നവും മറച്ചുവെക്കുന്ന പതിവ് കേരളത്തിലെ LDF സർക്കാരിനില്ല. ഓർമ്മയില്ലേ? ഞങ്ങള് അധികാരത്തിൽ വരുമ്പോ ആലുവക്കടുത്തുണ്ടായ ജിഷ എന്നായിരുന്നില്ലേ ആ കുട്ടിയുടെ പേര്? കൊലക്കേസ്. എന്തെല്ലാം വിചിത്രവാദങ്ങളായിരുന്നു ആ ഘട്ടത്തില്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ് അടിച്ചുവിട്ടിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ശരിയായ ദിശയിൽ അന്വേഷണം നടന്നത്? അത് തുറന്ന് ഇങ്ങോട്ട് ഒരു കേസല്ല, നിരവധി കേസുകൾ, ഏറെക്കുറെ എല്ലാ കേസുകളും എത്ര ഫലപ്രദമായാണ് കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. കുടുംബവും ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഒരു കുറ്റവാളിയും നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. അതാണ് നാം സ്വീകരിക്കുന്ന സമീപനം. അതിന്റെ ഭാഗമായാണ് ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മറവിൽ നിൽക്കുന്ന കുറ്റവാളികളെ കയ്യോടെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. വലിയ മികവാണ് അത്തരം കാര്യങ്ങളിൽ പോലീസ് കാണിച്ചിട്ടുള്ളത്. ഇത് കൊലപാതകങ്ങളിൽ മാത്രമല്ല, ആക്രമണ സംഭവങ്ങളിൽ മാത്രമല്ല, ഒരുപാട് കളവ് കേസുകളിൽ കട്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നാട് വിട്ട് രാജ്യം വിട്ട് പോയവരെ അടക്കമാണ് അവിടെ എത്തിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിയമത്തിന്റെ കരങ്ങളിൽ പോലീസ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ തരത്തിലാണ് കുറ്റവാളികളോട് നാം സ്വീകരിക്കുന്ന സമീപനം. ഇവിടെ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. ആര് എന്നത് പ്രശ്നമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, അവരുടെ നേരെ ദാക്ഷിണ്യമില്ല. ഇതാണ് പൊതുവെ സ്വീകരിച്ച സമീപനം. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ മുന്നിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ഹൈക്കോടതി കൂടി ഇടപെട്ടുകൊണ്ടാണ് നടപടികളിലേക്ക് എത്താറ്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉന്നയിച്ചു.
ഗവൺമെന്റ് ഉന്നയിച്ചു. അതിന്റെ ഭാഗമായി അവസരമുണ്ട്, പക്ഷെ അത് മുതലാക്കിയാൽ കൊള്ളാം. പ്രത്യേക ടീമിന് രൂപം കൊടുത്തു. കോൺഗ്രസിന് അവസരമുണ്ട്. പ്രത്യേക ടീം സാധാരണഗതിയിൽ സ്റ്റേറ്റാണ് രൂപീകരിക്കുക. എന്നാൽ ഇവിടെ ആ പ്രത്യേക ടീമിനെ പോലീസ് സേനയിലുള്ള നല്ല പ്രാപ്തരായ നല്ല റെക്കോർഡുള്ള ആളുകളെ തെരഞ്ഞു കണ്ടെത്തി രൂപീകരിച്ചത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ റിവ്യൂ നടത്തുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതിന്റെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ വന്ന ഒരു പെറ്റീഷന്റെ മേലെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി, ഞങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ വെച്ചത്. ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കുന്നത്. കൃത്യമായി പറയുകയാണ്, ഇവർക്ക് കേസിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഹൈക്കോടതി പറയുകയാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായി മറ്റൊരു ചിത്രീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസും മറ്റും ശ്രമിച്ചത്. അതായത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക. ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നാൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടും. ഇവിടെ ആ അവസ്ഥ ഉണ്ടാക്കുന്നത് ഗവൺമെന്റാണ് എന്ന് വരുത്താനാണ് കോൺഗ്രസും BJP ശ്രമിച്ചത്, UDF ശ്രമിച്ചത്. അതിന് മറുപടി ഹൈക്കോടതി പറയാണ്. ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ച് പറയാണ്, ഇതൊരു സാധാരണ കൊലക്കേസല്ല. നിരവധി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്നോ എന്നത് ഒരു പ്രശ്നമേ അല്ല. ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നല്ല രീതിയിലുള്ള തെളിവുകളാണ് ആവശ്യം. അതിന് കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം അവരുടെ എല്ലാ നടപടികളും ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാതെ അന്വേഷണം തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിനടക്കം ഹൈക്കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പരസ്യമായി ഹൈക്കോടതിയുടെ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി വ്യക്തമാക്കി, ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. ബാഹ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ സർക്കാരിനെ കൂടിയായിരിക്കാം. കാരണം പ്രതിപക്ഷം വലിയ തോതിൽ ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവൺമെന്റ് വക്താക്കളോ നടത്തുന്നില്ല. അതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി പറഞ്ഞത്, ഞങ്ങളാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. ഓരോരുത്തര് നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ
ചർച്ച ചെയ്യാതിരിക്കലാണ്. നമ്മുടെ സാമൂഹിക അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ കണ്ട് ഒരു ചർച്ചയ്ക്കും ഓരോരുത്തരും നമ്മൾ ഇവരാരും പഠിച്ചു വെച്ചിട്ടുണ്ട്. തയ്യാറായില്ല എന്നാണ് ആളിന്നെയാണ് ഇങ്ങനെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. സമയത്തിന് ഉപകരിക്കുകയോ ഇതൊക്കെ നമുക്ക് പോറ്റിക്ക് മനസ്സിലുണ്ടല്ലോ. നമ്മൾ പുറത്തിറക്കാൻ പുറമേ എന്തൊക്കെ പറഞ്ഞാലും പുറമേ നമ്മൾക്ക് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും നമുക്കിതൊക്കെ അറിയാൻ പറ്റും. എനിക്കെന്നല്ല, മനുഷ്യർക്കെങ്ങനെയാണ് ചിലർക്ക് തിരിച്ചറിവുണ്ടാവും, തിരിച്ചറിവുണ്ടാവില്ല. പോറ്റിക്ക് എല്ലാവരും പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസം. എങ്ങനെയാണ് ജന്മത് 10 അപ്പോൾ അതൊരു ഇതാണ്. ഇന്ത്യയിലെ അപ്പോൾ എനിക്കത് പിന്നെ ആദ്യം ഒന്നും തോന്നിയെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നറിയാവോ, കാരണം കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ എനിക്ക് തന്നില്ല, ഞാൻ നിങ്ങൾക്ക് തന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ഉണ്ടായാലും നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. കാരണം എന്നെ സഹായിക്കാത്ത ഞാൻ മനസ്സിലായ അതുകൊണ്ട് ഞാൻ ആ സെൻസിലൊക്കെ എടുത്ത് അവസരം കിട്ടിയിട്ടില്ല. അല്ല, എനിക്ക് ജീവിതമില്ല. ഓൺ ദ സ്പോട്ട് ഇല്ലാന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എരുമ വാങ്ങുന്നു, പോത്ത് വാങ്ങുന്നു, ഭയങ്കര അവിടെ ആളപ്പടി. പാർലമെന്റ് അംഗങ്ങളാണല്ലോ രണ്ടുപേരും കൂടി. അത് കള്ളം പറയുന്നത് പോലെ ഞാൻ അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാൾ കൂടെ. അത് തന്നെ ഇതാട്ടെ ഞാൻ ചോദിക്കല്ലപ്പാ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെ ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും നമ്മളിപ്പോ പരിചയക്കാരെന്ന് പറയാം. അയ്യപ്പന്റെ സ്വർണം അതാണ് യഥാർത്ഥ സുഹൃത്ത്, യഥാർത്ഥ ഫ്രണ്ട് അല്ലേ, യഥാർത്ഥ വാങ്ങിയാളും എല്ലാം കൂടി നേരെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ ഗുണമില്ല. പിന്നെ ഞാൻ ഇപ്പൊ എനിക്ക് നേരം പോകാനാണ് ഞാൻ ഇറങ്ങുന്നത്. ഏത് എനിക്ക് ചില സമയത്ത് നേരം പോകുന്നത് ഒന്ന് കാറ്റടി ഉള്ള അതുകൊണ്ട് ഞാൻ അയ്യോ ഞങ്ങളല്ല പോയത്, പോറ്റി വിളിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം, സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി? എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം? എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം? ഞാൻ നിങ്ങളുടെ അടുത്ത് 5 ലക്ഷം 50,000 അന്താരാഷ്ട്ര ബന്ധമുണ്ട്. ഒരു 2 ദിവസത്തെ കൊടുക്കൽ വാങ്ങുന്ന ഒരു ഗ്യാപ്പ് പോലും ഒരു ആഴ്ച പോലും അന്താരാഷ്ട്ര ബന്ധത്തിന്റെ ആദ്യം അതുപോലെ പാട്ട് നേരത്തെ പറഞ്ഞു. ഞാൻ ഇതുപോലെ എനിക്ക് നല്ല ഓർമ്മ, അതുപോലെ എനിക്ക് ഒരു 2000 നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഞാൻ 2000 നോട്ട് അന്ന് മറ്റേ വയലിന്റെ കളറില്ലേ 2000 ഒറ്റ നോട്ട് അത് ഞാൻ തിരിച്ചു നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതെപ്പോഴും കിടക്കും. കാരണം കള്ളം പറഞ്ഞു, നിങ്ങൾ കള്ളം പറഞ്ഞു, ഇത് ഞാൻ കള്ളം പറഞ്ഞു നിങ്ങൾ തന്നില്ലായത് ഞാൻ തർക്കിക്കില്ല. പക്ഷെ എന്നെ വിശ്വാസമുണ്ടോ? കാരണം ഈ തന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 500 രൂപ തന്നില്ല. കാരണം എന്നെ തേച്ചോണ്ട് 500 രൂപ തന്നില്ല. ഓർമ്മയുണ്ടാവും. ഒരു 500 രൂപ നിങ്ങൾ എന്നെ തേച്ച് എന്തെന്നറിയാവോ? ഓരോ പ്രാവശ്യം വിളിച്ചിട്ട് നിങ്ങൾ എണ്ണിക്കൊണ്ട് 21 തേപ്പറ്റ തേച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തേപ്പയും എഴുതി വെച്ചിട്ടുണ്ട് പരസ്യം കറക്റ്റായിട്ട്. 21 തേപ്പ് തേച്ചിട്ടുണ്ട്. അത് തന്നെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ വെറും കൈയോടെ 21 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ബിജെപിയിലായോ? ഇവിടെ യഥാർത്ഥത്തിൽ ബിജെപിയുടെ ഒരു ബി ടീമായി കോൺഗ്രസ് മാറുകയല്ലേ? ആലോചിക്കണം. നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ വളരെ ദീർഘമായി ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ചില സംഭവങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഉറപ്പ് ബിജെപി പുറത്ത്. എനിക്ക് നല്ല സമാധാനമുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു സമാധാനം. ചില സമയത്ത് ഒന്ന് നമ്മൾ ആടി ഒലയുമ്പോൾ സമാജ്വാദി പാർട്ടി ഒന്ന് ഒലഞ്ഞു പോകും. അപ്പോൾ വിചാരിക്കും അയ്യോ ദൈവം ഇല്ല, ദൈവം തേപ്പാണ്, മറ്റതാണ് പറിച്ചാന്നൊക്കെ പറയും. അവസാനം ഇച്ചിരി കഴിയുമ്പോഴേ ദൈവം ഒരു സോഴ്സ് തരും. ഫലം കൃപയാൽ നല്ല നിരക്ക് ബിജെപി ജയിച്ചു. ഇതവിടെ മാത്രമാണോ? നമ്മളെ സഹായിക്കുമ്പോൾ നന്ദിയുള്ളവരാണ് കർഷകൻ. അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ ചങ്കും കുറച്ച് തരും, ഇല്ലെങ്കിൽ കാരണം അവന് എൻ്റെ വിഷം അറിയായിരുന്നു. അവൻ പൈസപരമായിട്ട് ഞാൻ സഹായിച്ചിട്ടില്ല. അവനെ ഞാൻ എന്തോരം സഹായിച്ചിട്ടുണ്ട്. അവൻ്റെയാണെങ്കിൽ 5 പൈസ ഇല്ലായിരുന്നു. അവസാനം അവൻ്റെ പെണ്ടാട്ടി പറഞ്ഞ് പെണ്ടാട്ടി പണയം വെച്ചാണ് 5000 രൂപ.
ഇല്ല, അത് കൊടുക്കാനല്ല, അത് തിരിച്ചു തരാനല്ല. സാഹിബ് എങ്ങനെ വെച്ച് തരണ്ട, നിങ്ങളെടുത്തോളി. ഇല്ലില്ല, ഹർഷ പറഞ്ഞ നിങ്ങൾക്ക് തിരിച്ച് അല്ല, ഹർഷ ഈ കാര്യങ്ങൾ സാധിച്ചു, അതിന് പകരം ഞാൻ കാര്യം സാധിച്ചു കൊടുക്കുമല്ലോ. നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി വേറൊരു വഴിയൂടെ പോകണം, അതുകൊണ്ട് നിയമപ്രശ്നത്തിലേക്ക് മാറുകയാണ്. ഡൽഹിയിൽ കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഇടയ്ക്കിടയ്ക്ക് 1000 ഒക്കെ ചുമ്മാരും അങ്ങനെയല്ല, അവധിയിലില്ല. അവർക്കറിയാലോ കെജ്രിവാളിനെയാണ് ആരെ സഹായിക്കാനാണ്. അങ്ങനെയല്ല, ഇനി അങ്ങനല്ല, അവൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവന് ആത്മാർത്ഥത, കാരണം അവൻ്റെ ആപത്തിന് സഹായിച്ചപ്പോൾ അവൻ നന്ദി ഇന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചില അവനോട് ഊരി പോകണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ ഊരി പോകണമെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ഏണി വരുമ്പോൾ അവനാണ് ചിലപ്പോൾ സത്യം പറഞ്ഞത്. അതേസമയം കൂടെ കിടക്കണമെങ്കിൽ അങ്ങനെയല്ല, അത് ഞാൻ പഠിച്ചു. കാരണം എന്തറിയോ, അതുപോലെ ഹാനി അതൊക്കെ പറഞ്ഞു വെച്ചാൽ അവന്മാരെ സമയം അതായത് എൻ്റെ സമയം നശിപ്പിച്ചിട്ടുണ്ട്, അവരുടെ സമയം വെറുതെ കളയാൻ ഒരു കിഴങ്ങനെയാണോ അല്ലേ അത്. സാമു വലിയ വ്യത്യാസമൊന്നുമില്ല, സാമു ഹാനി വലിയ വ്യത്യാസമില്ല. ആദ്യമേ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ബഹളങ്ങൾ ഉണ്ടാക്കലാണല്ലോ, അന്തരീക്ഷം മോശമാക്കലാണല്ലോ. അവസാന യോജിപ്പ് തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP-യുടെ സഖ്യത്തെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ റബൽ സ്ഥാനാർത്ഥികൾ ബീഹാറിൽ പലയിടത്തുനിന്നായി BJP-യുടെ ബി ടീമായല്ലേ പറ്റിച്ച് പാട്ടുകാരൻ പരസ്യപ്പെട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ പ്രഖ്യാപനം വന്നല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ പേരത്തിൽ വലിച്ചയക്കരുത്, ഞാൻ ഇതൊന്നും വരില്ല. അത് അവൻ പറഞ്ഞു എന്തൊരു പത്രക്കാരനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം വന്ന് അവനെ ഒന്ന് വരട്ടണോ. ഞാൻ പറഞ്ഞ് എൻ്റെ പേരൊന്നും വലിച്ചയക്കരുത്, എൻ്റെ ഇതൊന്നും കിട്ടൂല, എനിക്കൊന്നാ സമയമില്ല. പിന്നെ ഞാൻ ഇപ്പോ കേന്ദ്ര ബജറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാനില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം ധരിക്കുന്ന BJP-ക്കെതിരെ ആക്ഷേപിച്ചൊരു വാക്കും പറയുന്നില്ല. എല്ലാ അർത്ഥത്തിലും BJP-യുടെ ഒരു ബി ടീമായി കോൺഗ്രസും UDF-ഉം മാറിയിരിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് റജീന സ്വഭാവം നല്ലോണം അറിയാം. പിന്നെ ഈ ഒരു നക്കാപ്പിച്ച കേസിന് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ ശത്രുത സംസാരിക്കാനുണ്ട്. അതല്ല, അതുകൊണ്ട് അവനെന്നല്ല, ഞാൻ പൊതുവെ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാറില്ല. മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. നാം ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നീങ്ങുന്നത്. ഒരു ദിവസം ഇതുപോലെ ഒരു ഇടത് വാക്ക് പറഞ്ഞു, ഞാൻ നമ്മൾ ചിട്ടിയിലായിട്ട് കല്യാണ വീട്ടിൽ നിവേദന മൈനെന്തോ പറഞ്ഞു, ഞാൻ ചിട്ടി കളഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി ലോകത്തിന്റെ വികസിത രാഷ്ട്രങ്ങളുടെ കല്യാണ വീട്ടിലേക്ക് മധ്യവരുമാന കൈ രാഷ്ട്രങ്ങളിലെ പൈസ ജീവിതഭാരത്തോതിലേക്ക് പൈസ തമാശ പോലെയൊക്കെ പറഞ്ഞു. എനിക്ക് പക്ഷെ അത്ര ഇഷ്ടമാണ് നാം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളവനെ കാണാൻ ചോദിക്കുമ്പോൾ പറയണം, ഇങ്ങനെ നിങ്ങൾ ഇടത് വാക്ക് പറഞ്ഞു അവൻ്റെ മനസ്സിലാകുന്നുണ്ട്, അവൻ മനസ്സിൽ തരാത്തതാണ്. അത് പറയണം, കാരണം അത് അവനൊന്ന് അറിയിക്കണം. ഞാൻ പറഞ്ഞില്ല ഇതുവരെ, ഞാൻ ഒരു ദിവസം പറയണത് വിചാരിക്കും. ഇപ്പം ഞാൻ ചിരിച്ചിരിക്കുകയാണ്, കൊടുക്കൂല, അവനിക്ക് പൈസ കൊടുക്കൂല. കാരണം 5000 ഉള്ളൂ ഒരു, കാരണം നേരത്തെ ഒരു അന്ന് 4 പവൻ്റെ ഒരു 5 പവൻ്റെ 5 ഗ്രാം ഒരു സ്വർണ്ണം 20,000 രൂപയ്ക്ക് നിന്ന് അവസാനിപ്പിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഷാഹി ഇഫക്റ്റ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.